സുഹൃത്തുക്കളെ, ലഡാക്കിലെ ലേയിൽ യുവാക്കൾ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് ലഡാക്കിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര സംഘടനയായ ലേ അപ്പെക്സ് ബോഡി നേതാക്കൾ പൊതുജനങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി 2 ദിവസത്തിന് ശേഷമാണ് പ്രക്ഷോഭം ആളിക്കത്തിയത്. പ്രതിഷേധക്കാരുടെ ആവശ്യം വെറും സംസ്ഥാന പദവി മാത്രമല്ല, ഗോത്ര വർഗ മേഖലയായ ലഡാക്കിൻ്റെ തനതായ സ്വഭാവം സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യങ്ങൾ കൂടിയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ലെന്ന് ലേ അപ്പെക്സ് ബോഡി പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബർ 10-നാണ് ലേ അപ്പെക്സ് ബോഡിയുടെ നേതൃത്വം 35 ദിവസത്തെ നിരാഹാര സമരം ആരംഭിച്ചത്. പ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാക്ചുങ്ങിൻ്റെ നിരാഹാര സമരവും ഇതിൻ്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ലഡാക്കിൻ്റെ ആവശ്യങ്ങൾക്കായി പ്രക്ഷോഭം നടത്തുന്ന ലേ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമായി ചേർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ലഡാക്കിലെ ലേയിൽ പ്രതിഷേധം അക്രമാസക്തമായതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നീക്കങ്ങളിൽ ലേ അപ്പെക്സ് ബോഡി അതൃപ്തി രേഖപ്പെടുത്തി. തങ്ങളുമായി കൂടിയാലോചിക്കാതെ ഒക്ടോബർ 6-ന് അടുത്ത ചർച്ച നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ലേ അപ്പെക്സ് ബോഡി ഏകപക്ഷീയമായ തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ലേ അപ്പെക്സ് ബോഡി ആഹ്വാനം ചെയ്ത ഹർത്താലും പ്രതിഷേധവും അക്രമാസക്തമായത്. ഇതിനിടെ ലേയിലെ BJP ഓഫീസ് പ്രതിഷേധക്കാർ തീയിടുകയും ചെയ്തു. കഴിഞ്ഞ മാസം സെപ്റ്റംബർ 10-ന് ആരംഭിച്ച നിരാഹാര സമരം ഒരു ധാരണയിലെത്താതെ അവസാനിപ്പിക്കില്ലെന്ന് ലേ അപ്പെക്സ് ബോഡി നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിഷേധം സമാധാനപരമാണെങ്കിലും ജനങ്ങൾ അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ തങ്ങളുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തുപോയേക്കാം. ചർച്ചകൾ ഇതിനോടകം തന്നെ കാലതാമസം സംഭവിച്ചു, ലേ അപ്പെക്സ് ബോഡി കോ ചെയർമാൻ ചെറിക് ദോർജെ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ നടന്നുവരികയാണ്. ഇതിൽ അവസാന കൂടിക്കാഴ്ച നടന്നത് മെയ് മാസത്തിലായിരുന്നു. 2024 ഡിസംബർ മുതൽ ഇരു കൂട്ടരും തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാക്ചുങ്ങും ഈ വിഷയത്തിൽ ആശങ്ക പങ്കുവച്ചു. സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെ തങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ലെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഭരണം കൈയാളുന്ന BJP ലഡാക്കിനെ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താമെന്ന് നൽകിയ വാഗ്ദാനം വരാനിരിക്കുന്ന ഹിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ക്ഷമ നശിച്ചു വരികയാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതാണ് ഉചിതം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെയുണ്ട്, എന്നാൽ ഇന്ത്യയുടെ ഭരണഘടന പോലും 2 വർഷങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ലഡാക്കിലെ പ്രധാന സമുദായങ്ങളായ ബുദ്ധ മുസ്ലിം സംഘടനകൾ ഈ പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ആവശ്യങ്ങൾ ഇവയാണ്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്കിനെ കേന്ദ്രപ്രദേശമാക്കിയ 2019 മുതൽ തന്നെ ലഡാക്കിനെ ഒരു സംസ്ഥാനമാക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ 2024-ലാണ് ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറിയത്. ജമ്മു കാശ്മീരിന് നിയമസഭ ലഭിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ലഡാക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ്. ഇതിനു പുറമെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനുള്ള പല അവകാശങ്ങളും ലഡാക്കിന് നഷ്ടമായി. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സ്വയംഭരണം നേടാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. അതിനാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള അധികാരം ലഭിക്കുന്നതിനായി സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നു. 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, ലഡാക്കിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി, സംസ്കാരം, തനതായ സ്വത്വം എന്നിവ സംരക്ഷിക്കുന്നതിന് ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇത് അവരുടെ അവകാശങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകും. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ലഡാക്കിനായി ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇത് പ്രാദേശിക ജനങ്ങൾക്ക് സർക്കാർ ജോലികളിൽ കൂടുതൽ അവസരം നൽകും. നിലവിലൊരു പാർലമെൻറ്റ് സീറ്റ് മാത്രമുള്ള ലഡാക്കിനെ കേന്ദ്രത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ 2 സീറ്റുകൾ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ലഡാക്കിൻ്റെ ആവശ്യങ്ങൾ ഭരണഘടനയ്ക്ക് പുറത്തുള്ളതല്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാക്ചുങ് വ്യക്തമാക്കി. ഭരണഘടനയുടെ 244-ാം അനുച്ഛേദത്തിൽ പറയുന്ന 6-ാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണമെന്ന ഞങ്ങളുടെ ആവശ്യം BJP അവരുടെ പ്രകടന പത്രികകളിൽ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 2024-ൻ്റെ പകുതിയോടെ ലഡാക്കിലെ ജനങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ധർണ നടത്തുകയും സോനം വാക്ചുങ് ലേയിൽ നിന്ന് ഡൽഹിയിലേക്ക് കാൽനട യാത്ര നടക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സർവീസ് കമ്മീഷൻ, 2 ലോകസഭാ സീറ്റുകൾ എന്നീ ആവശ്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സംസ്ഥാന പദവിയും 6-ാം ഷെഡ്യൂൾ പദവിയും സംബന്ധിച്ച ആവശ്യങ്ങൾ കേന്ദ്രം തള്ളിക്കളഞ്ഞുവെന്ന് ആരോപിക്കപ്പെടുന്നു. ലഡാക്ക് നേരത്തെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും അത് ഇപ്പോൾ ലഭിച്ചുവെന്നും കാണിച്ചാണ് സംസ്ഥാന പദവി എന്ന ആവശ്യത്തെ എതിർക്കുന്നത്. എന്താണ് 6-ാം ഷെഡ്യൂൾ?
ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 244 അനുസരിച്ച് 6ാം ഷെഡ്യൂൾ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുന്നു. 6ാം ഷെഡ്യൂൾ പ്രകാരം ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് രൂപം നൽകാൻ സാധിക്കും. ഭൂമി, പിന്തുടർച്ചാവകാശ നിയമങ്ങൾ, സാമൂഹിക ആചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ ഈ കൗൺസിലുകൾക്ക് അധികാരമുണ്ട്. നികുതി പിരിക്കാനും പ്രാദേശിക വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനും നിയമനിർമ്മാണം, സാമ്പത്തിക ഭരണനിർവഹണ അധികാരങ്ങൾ എന്നിവയും ഈ കൗൺസിലുകൾക്ക് ലഭിക്കും. ഗവർണറുടെ അനുമതിയോടെ സംസ്ഥാന നിയമങ്ങളെ മറികടക്കുന്ന നിയമങ്ങൾ പോലും നിർമ്മിക്കാനുള്ള അധികാരവും ഇവർക്കുണ്ട്. നിലവിൽ ലഡാക്കിന് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ജില്ലാതലത്തിലുള്ള ആസൂത്രണത്തിനും വികസനത്തിനും മാത്രമുള്ള അധികാരങ്ങളാണുള്ളത്. 6ാം ഷെഡ്യൂൾ നൽകുന്നത് പോലുള്ള വിപുലമായ നിയമനിർമ്മാണം, ഭരണപരമായ അധികാരങ്ങൾ ഇല്ലാത്തതാണ് ഈ വ്യത്യാസം. അതിനാൽ തങ്ങളുടെ തനതായ സ്വത്വവും ഭൂമിയും സംരക്ഷിക്കാൻ 6ാം ഷെഡ്യൂൾ പദവി അനിവാര്യമാണെന്ന് ലഡാക്കിലെ ജനങ്ങൾ വാദിക്കുന്നു. ലഡാക്കിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സർക്കാർ നിയമനങ്ങളിലെ മെല്ലെപ്പോക്കുമാണ് യുവാക്കളെ പ്രകോപിപ്പിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലഡാക്കിലെ ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരു സർക്കാർ സർവേ പ്രകാരം ലഡാക്കിലെ 26.5% ബിരുദധാരികളും തൊഴിൽ രഹിതരാണ്. ഇത് ദേശീയ ശരാശരിയായ 13.4%-ത്തേക്കാൾ വളരെ കൂടുതലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള 2ാമത്തെ സ്ഥലമാണ് ലഡാക്ക്. 1ാം സ്ഥാനത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ 33% ആണ്. ആന്ധ്രാപ്രദേശ് 24% 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി നടന്ന ചർച്ചകളിൽ ലഡാക്കിലെ ജോലികളിൽ 95% സംവരണം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് സമരക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ബുധനാഴ്ച നടന്ന ആക്രമണങ്ങളോട് പ്രതികരിച്ച് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതാവ് സജാദ് കാർഗിലി എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ലേയിൽ നടക്കുന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്. സമാധാനപരമായിരുന്ന ലഡാക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ പരാജയപ്പെട്ട കേന്ദ്ര പരീക്ഷണത്തെ തുടർന്ന് നിരാശയിലും അരക്ഷിതാവസ്ഥയിലുമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ഉടൻ തന്നെ ചർച്ചകൾ പുനരാരംഭിച്ച് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂളും സംബന്ധിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കണം. ജനങ്ങൾ സമാധാനം പാലിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധങ്ങളെ തിരിച്ചറിഞ്ഞുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാകുക എന്നതാണ് ഇതിന് പരിഹാരം. കേന്ദ്ര സർക്കാർ 370-ാം വകുപ്പ് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് പറഞ്ഞത് കാശ്മീരിലും ലഡാക്കിലും ഞങ്ങൾ സമാധാനം സ്ഥാപിച്ചു എന്നാണ്. ഈ പ്രശ്നം ഉയർത്തുന്നത് ഇതൊരു കപടവാദം എന്നതായിരുന്നു.